വിദേശത്തുള്ള ശശി തരൂരിനെ അടിയന്തരമായിട്ട് ഇന്ത്യയിലെത്തുവാൻ മോഡി വിളിച്ചു പറഞ്ഞു എന്നാണ് അറിയുന്നത്. മോഡിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത ഫ്ലൈറ്റിൽ തന്നെ ചിലപ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് തന്നെ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ വരാൻ സാധ്യതയില്ല. വിദേശത്തായതുകൊണ്ട് ഫ്ലൈറ്റ് പിടിച്ച് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തിനാണ് ഇത്ര തിരക്ക് പിടിച്ച് ശശി തരൂർ ഇന്ത്യയിലേക്ക് വരുന്നത്? തലസ്ഥാനത്ത് ശശി തരൂരിനെ കാത്തിരിക്കുന്നത് നമുക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും ബാക്കി തിരുവനന്തപുരത്തുകാർക്കും അഭിമാനിക്കാം. തിരുവനന്തപുരം MP കേന്ദ്ര ധനകാര്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ശശി തരൂരിനെ ധനകാര്യമന്ത്രിയാക്കുവാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്നതിന് പിന്നിലുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനോട് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായിട്ട് മറ്റത് ഇതിൻ്റെ അനുബന്ധമായി നടക്കുന്ന കാര്യങ്ങളാണ്. ട്രോളല്ല, അനുബന്ധമായി അണിയറയിൽ നടക്കുന്ന വിവരങ്ങൾ. ഒന്ന് പുറത്തു വന്ന വിവരവും ഒന്ന് അണിയറയിലെ വിവരമാണ് ഞാൻ പങ്കുവെക്കുന്നത്. പുറത്തു വന്ന വിവരം നിർമ്മല സീതാരാമനോട് അടിയന്തരമായി രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും നിർമ്മല സീതാരാമൻ ആയിരിക്കും BJPയുടെ വനിതാ പ്രസിഡന്റ്. അതുപോലെ തന്നെ 3 പേരുടെ പേരുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തതാണ്. കോയമ്പത്തൂർ MLA പേരുണ്ടായിരുന്നു. പിന്നെ ആന്ധ്രാപ്രദേശിലെ BJPയുടെ നേരത്തുള്ള പ്രസിഡന്റിൻ്റെ പേരുണ്ടായിരുന്നു. പിന്നെ പുരന്തേശ്വരി, പിന്നെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വിനോദിനി, അങ്ങനെ 3 പേരെ പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായ നിർമ്മല സീതാരാമൻ്റെ പേരാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ നിർമ്മല സീതാരാമൻ രാജിവെക്കുന്ന ഒഴിവിൽ സ്വാഭാവികമായിട്ട് ധനകാര്യമന്ത്രിയായി ശശി തരൂരിനെ കൊണ്ടുവരിക. ഇനി അഥവാ RSSൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും എതിർപ്പോ അല്ലെങ്കിൽ ചർച്ചയോ നിർദ്ദേശമോ വന്നാൽ ധനകാര്യമന്ത്രി സ്ഥാനം ചിലപ്പോൾ മറ്റൊരാളിന് കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് മറ്റൊരു വകുപ്പ് കൊടുക്കാൻ സാധിക്കും. എന്തായാലും കേന്ദ്രമന്ത്രിയുടെ കാറിൽ തിരുവനന്തപുരത്ത് നമുക്ക് ശശി തരൂർ സാറിനെ കാണാം. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവെക്കാനുള്ള വാർത്ത. അപ്പോൾ ശശി തരൂർ വീണ്ടും ഗോളടിക്കുകയാണ്. കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഒരു വോട്ടർ എന്നുള്ള നിലയിൽ പറയാനുള്ളത്, പഴയ സുനന്ദ പുഷ്കർ കേസ് പോലുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പെടരുത്. മന്ത്രിയാകുമ്പോൾ ഒരുപാട് സുന്ദരികളായ സ്ത്രീകൾ, ഒരുപാട് ആളുകളൊക്കെ ഹണി ട്രാപ്പ് ചെയ്യാനും മറ്റു രൂപത്തിലൊക്കെ വരും. അപ്പോൾ വാലും ചുരുട്ടി സ്വഭാവമൊക്കെ ഒന്ന് നന്നാക്കി മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയിക്കാതെ, അഴുക്ക സ്വഭാവമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇത് അമേരിക്ക അല്ല, ഇന്ത്യയാണ്. ഇവിടുത്തെ സംസ്കാരം വേറെയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീയെ നോക്കിയാൽ പോലും വലിയ വാർത്തയാവും. കൂടെ ആരെങ്കിലും എടുത്ത് യാത്രയാക്കിയാൽ വാർത്തയാവും. പണ്ടൊരു കേരളത്തിലൊരു മന്ത്രി രാജിവെക്കുകയും ഒരു പാർട്ടി ഉണ്ടാവുകയും ചെയ്തത് ഒരു മന്ത്രി ഒരു സ്ത്രീയുമായി അവരുടെ കാറിൽ യാത്ര ചെയ്തു, മന്ത്രിയുടെ കാറിൽ സ്ത്രീയെ കൂടെ കൊണ്ടുപോയെന്നുള്ളത്. ആ കഥ ഞാൻ വേറെ പറയാം. ഇതിപ്പം ഇതിൻ്റെ പറവിൽ വരാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് ശശി തരൂർ പഠിക്കണം. അപ്പോൾ എന്തായാലും മോഡിയുടെ, പിന്നെ മാത്രമല്ല മോഡിയുടെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത്. നല്ല ഡ്രിൽ മാസ്റ്ററാണ്. അപ്പം വടിയൊക്കെ ഇടയ്ക്ക് എടുക്കും. അദ്ദേഹം RSS ഉണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് വേണം പോകാൻ. എന്തായാലും ശശി തരൂരിൻ്റെ സമയം തെളിഞ്ഞു. നിർമ്മല സീതാരാമൻ BJPയുടെ പ്രസിഡന്റാവുമെന്ന് കേൾക്കുന്നു. ശശി തരൂർ മന്ത്രിയാകുന്നു. ഇപ്പം കേൾക്കുന്ന കരക്കമ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാട്ടുവർത്തമാനം അല്ലെങ്കിൽ കൊച്ചു വർത്തമാനം, ധനകാര്യ വകുപ്പ് തന്നെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ സംഭവമായിരിക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും കേരള രാഷ്ട്രീയത്തിലെയും ഒരു ബോംബായിരിക്കും. പക്ഷെ അങ്ങനെ കൊടുത്തതുകൊണ്ട് തെറ്റില്ല. കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം മല്ലികാർജുന ഖാർഗെക്കെതിരെ മത്സരിച്ച് AICC പ്രസിഡന്റാവാൻ മത്സരിച്ച ആളാണ്. വോട്ട് കൂടുതൽ കിട്ടുമായിരുന്നെങ്കിൽ AICC പ്രസിഡന്റാണ്. ഇന്നത്തെ AICC പ്രസിഡന്റാണ്. നാളത്തെ ധനകാര്യമന്ത്രിയും പ്രസിഡന്റും ഇന്ത്യൻ പ്രസിഡന്റും. അവർക്ക് കോൺഗ്രസിന് അധികാരം വന്നാൽ, കോൺഗ്രസിൽ തന്നെ ശശി തരൂർ നിൽക്കുകയും കോൺഗ്രസിന് അധികാരം വരികയും ചെയ്താൽ AICC പ്രസിഡന്റ് അല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ പദവിയിലേക്ക് മത്സരിച്ച ആളാണ് ശശി തരൂർ. 4 തവണയായിട്ട് ഇവിടുന്ന് MP ആണ്. അപ്പോൾ ചെറിയ ആളല്ല. രാഷ്ട്രീയത്തിലെ ഭീഷ്മാകാരനെ പോലെയുള്ള വലിയ നേതാവാണ് ശശി തരൂർ. തലയെടുപ്പ് കൊണ്ടും സംഭാഷണം കൊണ്ടും ലാംഗ്വേജ് കൊണ്ടും പിന്നെ പ്രസംഗം കൊണ്ടും സംവാദം കൊണ്ടും എഴുത്തുകൊണ്ടും ഒക്കെ വളരെ വലിയൊരു നേതാവാണ് ശശി തരൂർ. അപ്പോൾ അതെന്തായാലും അദ്ദേഹത്തിന് കേന്ദ്രത്തിൻ്റെ കൊടിവെച്ച കാറിൽ തിരുവനന്തപുരത്ത് വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. വരാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അടുത്ത ദിവസങ്ങളിൽ അറിയാം. നിർമ്മല സീതാരാമൻ രാജിവെക്കുന്നു, ശശി തരൂർ മന്ത്രിയാകുന്നു. പിന്നെ ഏത് ക്യാബിനറ്റിലെ ഏത് പദവിയാണ് എന്നുള്ളത് മാത്രമേ, ഏത് പോർട്ട്ഫോളിയോ ആണ് എന്ന് മാത്രമേ നമുക്കിനി അറിയാനുള്ളൂ. നമുക്ക് എന്തായാലും കാത്തിരിക്കാം.